ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ ബോക്സ് കണ്ട എല്ലാവർക്കും മനസ്സിലാവും, എൻ്റെ വീഡിയോസ് കണ്ടവർക്ക് മനസ്സിലാവും. കാരണം ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഓരോ സ്റ്റിക്കേഴ്സായിട്ട് കാണിച്ചു തരുമോയെന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു 8 ബോക്സാക്കി 8 കോളങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. അതിൽ ഒന്നിൽ 25 പീസാണ് വരുന്നത്. ടോട്ടല് 200 പീസാണ് ടോട്ടല് സ്റ്റിക്കേഴ്സ് ഉള്ളത്. അപ്പോൾ ഓരോ തീം അനുസരിച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോന്നും ഓരോ ഡിഫറെൻറ്റ് രൂപത്തിലാണ് വന്നത്. പക്ഷെ നല്ല ക്വാളിറ്റിയും നല്ല കളേഴ്സും നല്ല ബ്രൈറ്റ് കളേഴ്സാണ് വന്നത്. അപ്പോൾ എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് എനിക്ക് സ്റ്റിക്കേഴ്സിൽ വാങ്ങിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്റ്റിക്കേഴ്സായിരുന്നു. ഞാനിപ്പോൾ ഒരു സ്റ്റിക്കേഴ്സിൻ്റെ ജേർണലിങ് പോലെ ചെയ്യുന്നു. ജേർണലിങ് അല്ല, എൻ്റെ ഒരു രൂപത്തിൽ ഞാൻ ജസ്റ്റ് ഒരു ജേർണലിങ് പോലെ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാമെന്നുള്ള രൂപത്തിൽ ചെയ്തതാണ്. അപ്പോൾ അതിനും കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇത് ജേർണലിങ് അല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും ചെയ്യുന്നതിൽ ഒരു ഡിഫറെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലുള്ള പിക്ചേഴ്സൊക്കെ ഇതിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ എന്തുകൊണ്ടും നല്ല ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മുമ്പ് ഞാൻ 2 സ്റ്റിക്കേഴ്സ് വേറെയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെക്കാട്ടി കൂടുതലും ക്വാളിറ്റിയും കളേഴ്സും കാര്യങ്ങളൊക്കെ ഇതിനാണ് നല്ലൊരു രസം തോന്നിയിട്ടുള്ളത്. കാരണം ഓരോ പിക്ചേഴ്സും നല്ല ക്യൂട്ടായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ജേർണലിങ്ങിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ളത് തോന്നിപ്പോയി. അപ്പോൾ ഓരോ കളേഴ്സും നല്ല കളേഴ്സ് ബ്രൈറ്റ് ആയിട്ടുള്ള പലതരം കളറുണ്ട്. പിങ്ക് വരുന്നുണ്ട്, റെഡ് വരുന്നുണ്ട്, ഗ്രീന്, ഓറഞ്ച്, പർപ്പിള്, ബ്ലൂ, അങ്ങനെ ഓരോ കളേഴ്സ്. ഇപ്പോൾ സെയിം കളേഴ്സ് തന്നെ റിപ്പീറ്റ് വരുമ്പോഴും ഓരോ തീമായിട്ടാണ് വരുന്നത്. ഫുഡിൻ്റെ ഉണ്ട്, സ്കൂളിൻ്റെ ഉണ്ട്, ഔട്ടിങ്ങിൻ്റെ ഉണ്ട്, ഫ്ലവേഴ്സിൻ്റെ ഉണ്ട്, ഫ്രൂട്ട്സിൻ്റെ ഉണ്ട്, അങ്ങനെ പലതരം രൂപത്തിലാണ് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു ബോക്സ് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമല്ല. ഇപ്പം മൊബൈൽ കേസ്, വാട്ടർ ബോട്ടിൽ, അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുക. കാരണം ഞാനിത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അതൊന്നും ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് അതൊന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഫോൺ കേസിലൊക്കെ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ ഇത് വേണ്ടവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം നമ്മുടെ വ്യൂവേഴ്സ് വരുന്നതിനനുസരിച്ച് ലൈക്കും വേണം. ലൈക്ക് ഉണ്ടെങ്കിൽ റെക്കമെൻഡേഷനിൽ പോകുകയുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോസിന് ലൈക്ക് കുറവില്ലോണ്ട് ഞാൻ വിചാരിച്ച പോലുള്ള ഒരു ഗ്രോത്ത് എൻ്റെ ചാനലിന് വരുന്നില്ല. ഞാനിപ്പോൾ 3 മാസമായി സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇപ്പോൾ 300 സംതിങ് ആയി സബ്സ്ക്രൈബർ. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയും ലെവലിലെത്തിയത്. അപ്പം എനിക്ക് സപ്പോർട്ട് തരുന്നത് ലൈക്കിലൂടെ സപ്പോർട്ട് ചെയ്യുക, പിന്നെ പറ്റുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ റെക്കമെൻഡേഷനിൽ വരുമ്പോൾ എൻ്റെ ഒരു ചാനൽ ഗ്രോത്ത് വരും. കാരണം ഞാൻ കിട്ടുന്ന സമയത്ത് ചെയ്യുന്നതാണ്. കുറച്ച് ഹാർഡ് വർക്ക് വേണ്ടി വരുന്നുണ്ട്. കാരണം വീഡിയോയിൽ ജസ്റ്റ് ഞങ്ങൾ ഇങ്ങനെ സ്റ്റിക്കേഴ്സ് കാണിക്കുന്നു, ഒട്ടിക്കുന്നു, അതിൻ്റെ ഒരു എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോഴുള്ള ഒരു നീറ്റ് കാര്യങ്ങൾ, അതിൻ്റെ ബാക്കിൽ ഒരുപാട് കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഓരോരോ ചാനലിനും ഓരോരോ വീഡിയോസിനും അതിൻ്റേതായ എഫേർട്ട് ഉണ്ട്. അപ്പോൾ ഞാൻ കിട്ടുന്ന ടൈം ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യാൻ ഒരുപാട് വീഡിയോസ് ഒരുമിച്ചെടുത്ത് ഞാൻ എഡിറ്റ് ചെയ്യலாம். അപ്പം എനിക്കത് എഡിറ്റ് ചെയ്യാൻ ഒരുപാട് സമയം വേണ്ടി വരുന്നു. അപ്പോൾ ഇനിയും മുമ്പോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് കരുതുന്നു. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.